ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തന്നെ പിടിപ്പിക്കപ്പെടുമെന്ന് മനസ്സിലാക്കുന്ന ഗോപി പറയാണ്, ഞാൻ പ്രണവിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് പറഞ്ഞതാണ് എന്നൊക്കെയുള്ള തട്ടുമുട്ട് വാക്കുകൾ പറഞ്ഞ് പെട്ടെന്ന് ഒഴിവാക്കാൻ നോക്കൂ കേട്ടോ. ആ ആശ്വാസത്തിൽ ഇങ്ങനെ അവിടെ വസുന്ധര നിൽക്കുമ്പോഴാണ് ഗൗതമിൻ്റെ ആ ചോദ്യം വരുന്നത്. അല്ല അച്ഛാ, ഇപ്പോൾ പ്രണവിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഈ വീട്ടിൽ നിന്ന് സംസാരിച്ച പോരെ, എന്തിനാ പുറത്തോട്ട് പോയത് എന്നുള്ള ആ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ താൻ എന്തുത്തരം പറയണമെന്നറിയാതെ ആകെ ഗോപി ബുദ്ധിമുട്ട്. അപ്പോൾ ഗോപി തൻ്റെ കാലിന് പെട്ടെന്ന് വേദനയുണ്ട് എന്നുള്ള ആ അഭിനയം അങ്ങ് നടത്തു കേട്ടോ. എന്നാൽ ഈ സമയം ആ അഭിനയം അങ്ങ് നടത്തുമ്പോൾ വസുന്ധര നെഞ്ചത്ത് കൈവെക്കാണ്. ഈശ്വര രക്ഷപ്പെട്ടു, താൽക്കാലികം എന്നിങ്ങനെ വസുന്ധര ചിന്തിക്കുമ്പോൾ ഗോപി പറയണേ, എനിക്ക് സഹിക്കുന്നില്ല വേദന, എനിക്കൊന്ന് കിടക്കണമെന്ന് പറയുമ്പോൾ പാറു പറയണേ, മക്കളെ പിന്നീടാവാം അച്ഛനെ ചോദ്യം ചെയ്യൽ, ഇപ്പോൾ അച്ഛനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗൗതമനോട് അവിടെ നിന്നും എണീപ്പിച്ച് ബെഡ്റൂമിൽ കൊണ്ടേക്ക് കിടത്താൻ പറയണിട്ടാ. അങ്ങനെ ബെഡ്റൂമിൽ കൊണ്ടേക്ക് കിടത്താണ്. എന്നാൽ അവിടെ നിധിയും ഗൗതമൊക്കെ ഇങ്ങനെ ഗോപിയുടെ ചുറ്റും നിൽക്കുമ്പോൾ പാറു പറയണേ, നിങ്ങളെല്ലാവരും പോയിക്കോളൂ, അച്ഛനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടേണ്ടി കേട്ടോ. ഇതേ സമയം പാറു ഇങ്ങനെ ഗോപിയുടെ അടുത്തോട്ട് ചെല്ലാണ്. എന്താണ് ഗോപിയേട്ടാ നിങ്ങൾക്ക് പറ്റിയത്, ഇത്ര പെട്ടെന്നൊരു അറ്റാക്ക് വരെ, ഇതിന് മാത്രം എന്ത് ടെൻഷനാണ് നിങ്ങളിൽ ഉണ്ടായത്? നേരത്തെ വസുന്ധര പറഞ്ഞല്ലോ ഈ പറയുന്ന ഗോപിയേട്ട ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ തന്നെ വലിയ ടെൻഷനിലാണെന്ന്, എന്ത് ടെൻഷനാണ് എൻ്റെ ഗോപിയേട്ടനുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഈ കാല് വീണ്ടും വേദന ഇങ്ങനെ കാണിക്കുമ്പോൾ പാറു പറയണ, കാല് വേദനിക്കുന്നുണ്ടോ? തീർച്ചയായും എനിക്ക് വേദന വരുന്നുണ്ട് എന്ന് പറയട്ടോ. അങ്ങനെ കാലിൻ്റെ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ തൈലം ഇട്ട് തരാം, ബാം ഇട്ട് തരാം എന്നൊക്കെ പറഞ്ഞ് പാറു ബാമുമായി ഇങ്ങനെ ഗോപിയുടെ കാലിൽ ചെന്ന് അതിങ്ങനെ ഒഴിഞ്ഞു കൊടുക്കണം കേട്ടോ. ഇതേ സമയം ഇവിടെ ഗോപിയുടെ മനസ്സിൽ കടന്നു പോകുന്ന ഇത് തന്നെ ആയിരിക്കും ജ്യോത്സ്യം പറഞ്ഞ നിർമ്മല വന്നിട്ടുണ്ട് എന്ന ആ വാക്കും, അതിനോടൊപ്പം തന്നെ ഇവിടെ വസുന്ധര പറഞ്ഞ ആ വാക്കും, അതായത് പ്രണവിനെ ഇവിടെ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ, ശിവാനി കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ, നിധിയെ ഈ വീട്ടിൽ നിന്ന് പടിയിറക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഗൗതമിൻ്റെ ജന്മരഹസ്യം വെളിപ്പെടുത്തും എന്ന് പറഞ്ഞ കാര്യം കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ആകെ ടെൻഷൻ ആവുകയാണ്. ഈശ്വര എന്ത് ചെയ്യും ഞാൻ എന്നിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി കരയണം. അപ്പോൾ എന്താ ഗോപിയേട്ട വേദനയുണ്ടോ എന്നിങ്ങനെ പാറു ചോദിക്കുമ്പോൾ ആ വേദനയുണ്ടെന്ന് പറയണം കേട്ടോ. അപ്പോഴേക്കും അവിടെ പതുക്കെ ഇങ്ങനെ മയക്കത്തിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഗോപി. എന്നാൽ ഈ സമയം നിധി ആ വഴി വരികയാണ്. അപ്പോൾ അമ്മേ എങ്ങനെയുണ്ട് അച്ഛന്, കുഴപ്പമൊന്നുമില്ല, ഞാൻ ബാമിട്ട് കൊടുക്കാമെന്ന് പറയണം. ആ നീ തന്നെ ഇട്ട് കൊടുക്കുക, എനിക്ക് ഗോപിയേട്ടന് വേണ്ട ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഞാൻ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പാറു പോവുകയാണ് കേട്ടോ. കുറച്ച് ചുടുവെള്ളം വെക്കട്ടെ, കാലിൽ കുറച്ച് ചൂട് പിടിച്ചാലും നല്ലതാണെന്ന് പറഞ്ഞ് പാറു താഴോട്ട് അങ്ങ് പോകുമ്പോൾ ഗോപിയുടെ കാലിൽ ഇങ്ങനെ നിധിയാണ് ബാമിട്ട് കൊടുക്കുന്നത്. എന്നാൽ പാറു ആയിരിക്കും എന്ന ആ ഒരു ധാരണയായിട്ടോ ഗോപിക്കുള്ളിൽ വരുന്നത്. മയക്കത്തിൽ നിന്ന് പെട്ടെന്ന് പൊട്ടി ഉണർന്ന് ഗോപി ഇങ്ങനെ പൊട്ടിക്കരയാണ്. അങ്ങനെ ഒരു ഭാഗത്തോട്ട് ചെരിഞ്ഞു കിടന്ന് തന്നെയാണ് കരയുന്നത്. അപ്പോൾ ഈ ബാം ഇങ്ങനെ പാറുവാണ് ഇടുന്നതെന്ന് കരുതിയിട്ട് ഗോപി പറയാണ്, എല്ലാം കൈവിട്ടുപോയി, എല്ലാം കൈവിട്ടുപോയി, എന്നെ വസുന്ധര വീഴ്ത്തി, വസുന്ധര നമ്മുടെ നിധി ഒരു പാവമാണ്, നിധിയെ ഇത്രയ്ക്ക് ദേഷ്യം അവൾക്ക് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല, അവൾ നിധിയെ തകർക്കാനുള്ള ആയുധവുമായാണ് എൻ്റെ മുന്നിലോട്ട് വന്നത്, പക്ഷെ അതെനിക്ക് കേട്ടപ്പോൾ എൻ്റെ നെഞ്ച് തകർന്നു പാറു, എൻ്റെ നെഞ്ച് തകർന്നു പാറു എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന നിധി ആകെ ഞെട്ടിപ്പോവാണ്. പക്ഷെ ഇതൊക്കെ പറയുന്നത് പാറുവിനോടാണെന്ന് കരുതിയിട്ടാണ് ഗോപി അങ്ങനെ എന്നെ അവൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി, അല്ലെങ്കിൽ തന്നെ ഞാൻ തകർച്ചയിലായിരുന്നു വരുന്നത്. ആ സമയം അവൾ എൻ്റെ മുന്നിൽ എന്നോട് പറയുകയാണ് നിധിയെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്ന്. എന്നാൽ നിധിയെ ഞാൻ എങ്ങനെ ഇറക്കി വിടും? നിധി പോലെ നമ്മുടെ മോന് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ബന്ധമല്ലേ കിട്ടിയിരിക്കുന്നത്, അത് ഇറക്കി വിടാൻ പറ്റില്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറയുകയാണ്, നിധിയെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയില്ലെങ്കിൽ പ്രണവിനെ കൊണ്ട് ശിവാനിയെ കല്യാണം കഴിപ്പിക്കണമെന്ന്. അത് കേട്ടപ്പോൾ എൻ്റെ നെഞ്ച് തകർന്നു പോയി. പ്രണവിനെ കൊണ്ട് ശിവാനിയോ, അത് ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ മുഖത്തടിച്ച് പറഞ്ഞപ്പോൾ എന്നോട് പറയാണ് എന്ന് പറയുമ്പോൾ പാറു അവിടെ എത്തിയിട്ടോ. അപ്പോൾ പാറു ഈ ഡോറിന് പടിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഗോപി ഇങ്ങനെ സംസാരിക്കുന്ന നിധിയാണ് കേൾക്കുന്നത്. അപ്പോൾ വസു എന്നോട് പറയണേ, പ്രണവിനെ ഇങ്ങോട്ടേക്ക് പ്രണവ് ശിവാനിയെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഈ പറയുന്ന ഗൗതമിൻ്റെ ജന്മരഹസ്യം ഞാൻ വെളിപ്പെടുത്തുമെന്ന സത്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന നിധി ആകെ ഞെട്ടി. അപ്പോഴേക്കും ഓടി വരികയാണ് പാറു, ഗോപിയേട്ടാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിളിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും നിധി പാറുവിൻ്റെ വായങ്ങ് പൊത്തിപ്പിടിക്കാൻ കേട്ടോ. ഇതേ സമയം നമ്മുടെ ഗൗതമിൻ്റെ 30 വർഷം ഒളിപ്പിച്ച് വെച്ച് ആ രഹസ്യം വെളിപ്പെടുത്തുമെന്നാണ് വസു പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്ത് വേണം പാറു, ഞാൻ മൊത്തത്തിൽ തകർന്നു, നിധിയെ ഇവിടെ നിന്ന് മടിച്ചിറക്കാൻ വേണ്ടിയാണ് അവൾ ഇതൊക്കെ ചെയ്യുന്നത്. നിധിയോട് എന്ത് വെറുപ്പും വിദ്വേഷവുമാണ് വസുവിന് എന്തിനു മാത്രമാണ് നിധിയോട് ഇത്രയും വെറുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരം തുടരാനായിട്ടാണ്.
എന്നാൽ ഈ സമയം ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ വസുന്ധര പാറു നിൽക്കുകയാണ്. പാറുവിന് ഒരു അക്ഷരം ശബ്ദിക്കാനാവുന്നില്ല. നിധി വായ പൊത്തി പിടിച്ചിരിക്കുകയാണ്. അപ്പം നിധിയെ ഇങ്ങനെ വിട് എന്നിങ്ങനെ പാറു പറയുന്നുണ്ട്. പക്ഷേ നിധി വിടില്ല. പിന്നീട് നിധി പതുക്കെ കൈകൾ പിടിച്ച് വലിച്ച് പാറുവിനെ പുറത്തോട്ട് കൊണ്ടുപോകാണ് കേട്ടോ. എന്നിട്ട് പാറുവിനോട് ചോദിക്കുകയാണ്, എന്തിനാണ് ആൻറ്റി ഇങ്ങനെ കിടന്ന് വെപ്രാളം അടിക്കുന്നത്? അത് കേൾക്കുന്ന പാറു പറയണേ, നിധി നീ എന്തിനാ എൻ്റെ വായ പൊത്തിയത്? എൻ്റെ ഭർത്താവ് എന്നോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നെങ്കിൽ നീ അതിനെന്തിനു കേട്ടു എന്ന് പറയുമ്പോൾ അതെനിക്ക് കേൾക്കേണ്ട ആവശ്യമുണ്ടായിട്ട് എന്നോട് ഇവിടുത്തെ വസുന്ധര ആൻറ്റിക്ക് എന്ന് എനിക്ക് നന്നായി അറിയാം. എന്നെ കുറുക്കാനുള്ള എന്തോ വഴിയുമായിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് പോയത് എന്നും എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരെ പിന്തുടർന്ന് പോയത്. പക്ഷേ ഇത്രയും വലിയ ഒരു ജന്മരഹസ്യം എന്താണ് ഗൗതമിനുള്ളത്? സത്യം നിങ്ങൾ എന്നോട് തുറന്നു പറയുന്നുണ്ടോ? നിധി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നീ ഇടപെടേണ്ട കേട്ടോ എന്ന് പാറു പറയുമ്പോൾ, ആവശ്യമില്ലാത്ത കാര്യമോ? ഇത് ആവശ്യമുള്ള കാര്യമല്ലേ? ഇവിടെ വന്ന പാടെ എനിക്ക് ആ സംശയം തോന്നിയിരുന്നു. ഇവിടെ വസുന്ധര നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഈ ഗൗതമിൻ്റെ കാര്യം പറയട്ടെ. ഗൗതമിൻ്റെ കാര്യം എന്താ? പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അത് അങ്ങനെയല്ല. ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഇതിങ്ങനെ പറഞ്ഞതാണ്. അങ്ങനെയൊന്നുമില്ല. ഞാൻ കറക്റ്റ് ഇപ്പോൾ നമ്മുടെ ഗോപി അങ്കിൾ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. അതുകൊണ്ട് എൻ്റെ പാറു പറഞ്ഞേക്ക് എന്നിങ്ങനെ നിധി പറയുമ്പോൾ, നിധി നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ നിധി പറയാണ്, ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഞാനൊരു സത്യം നിങ്ങളോട് ചോദിക്കട്ടെ, ശരിക്കും ഗൗതം നിങ്ങളുടെ മകനല്ലേയോ എന്നങ്ങ് ചോദിക്കുമ്പോൾ പാറു ഉറക്കെ നിലവിളിക്കുകയാണ് കേട്ടോ. പാറു പൊട്ടി കരയാണ്. ഈശ്വരാ, എൻ്റെ മകനല്ലേയോ? എന്താ നിധി നീ പറയുന്നത്? ഞാൻ എൻ്റെ ജീവന് തുല്യം സ്നേഹിക്കുന്നത് എൻ്റെ ഗൗതമിനെയാണ്, എൻ്റെ പ്രണവിനേക്കാൾ, എൻ്റെ യാമിനേക്കാൾ എൻ്റെ ആദ്യത്തെ മകൻ അവനാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പൊട്ടി കരയുമ്പോൾ, അവിടെ എന്തിനാ ആൻറ്റി കരയുന്നത്? ഞാൻ ഈ ഒരു വാക്ക് പറഞ്ഞതില്ല. ആൻറ്റി എന്തിനാ ഇത്ര വിഷമിക്കേണ്ട ആവശ്യം? അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു കള്ളമുണ്ടെന്ന് മനസ്സിലായല്ലോ എന്ന് പറയുമ്പോൾ പാറു വീണ്ടും ഞെട്ടി നിൽക്കുമ്പോഴാണ്, എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചിട്ട് ഗൗതം അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് കേട്ടോ. അതോടുകൂടി ആ സംസാരം അവിടെ നിർത്താൻ ഒരുങ്ങുമ്പോൾ ഗൗതം വീണ്ടും ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ എന്നെ കാണുമ്പോൾ സംസാരം നിർത്തുന്നത് എന്ന് ഗൗതം ചോദിക്കുന്നു കേട്ടോ. എന്നാൽ ഈ സമയം പാറുവും നിധിയും ആകെ ഞെട്ടിപ്പോവാണ്. ഹിനി എന്ത് ചെയ്യും? ഇവൻ്റെ മുന്നിൽ എന്ത് മറുപടിയാണ് ഞങ്ങൾ നൽകുക എന്നുള്ള ആ ഭയത്തോടു കൂടി നിൽക്കുമ്പോൾ നിധി പറയാണ്, അതെ, ഗോപിയങ്ങളുടെ കാര്യമാണ് ചോദിച്ചത്. ഗോപിയങ്ങൾ എന്തെങ്കിലും ടെൻഷൻ മനസ്സിൽ വെക്കുന്നുണ്ടോ? അമ്മയ്ക്ക് എന്തെങ്കിലും അറിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചതെന്നൊക്കെ പറഞ്ഞ് തട്ടുമുട്ട് വാക്കുകൾ കൊണ്ട് ഒഴിവാക്കാൻ ശ്രമിക്കുമെങ്കിലും കൂടി ഗൗതമിന് മനസ്സിലൊരു വിള്ളൽ വന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ വസുന്ധര ചിന്തിക്കുകയാണ്, ഈശ്വര, ഈ നിധി എന്ന മാരണത്തെ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കുന്നോറും അതെല്ലാം എൻ്റെ തലയിലാണല്ലോ വന്നടിക്കുന്നത്. ഇപ്പോഴും എൻ്റെ ഏട്ടനൊരു ചെറിയ അറ്റാക്ക് വന്നു. ഇനി എൻ്റെ ഏട്ടനോട് പ്രണവിനെ ശിവാനിയെ കല്യാണം കഴിക്കണമെന്ന കാര്യം എനിക്ക് തുടർന്ന് പറയാൻ കഴിയുമോ? ഈശ്വര, ഇനി എന്ത് പണി ചെയ്യും ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വസുന്ധര ഇങ്ങനെ ആശയക്കുഴപ്പത്തിലാവുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് വരാനിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ.